നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോയി CT സ്കാനോ MRI സ്കാനോ ഒക്കെ ചെയ്യാറില്ലേ? അതേ സാങ്കേതിക വിദ്യ തന്നെ മരിച്ച വ്യക്തിയുടെ ശരീരത്തിൽ പ്രയോഗിക്കുന്ന രീതി തന്നെയാണിത്. ഒരു സാധാരണ പോസ്റ്റ്മോർട്ടത്തിൽ ശരീരം കീറിമുറിച്ച് ആന്തരിക അവയവങ്ങൾ പുറത്തെടുത്ത് പരിശോധിച്ചിട്ടാണ് മരണകാരണം കണ്ടെത്തുന്നത്. എന്നാൽ വിർച്വൽ ഓട്ടോപ്സിയിൽ ശരീരം ഒട്ടും കീറുന്നില്ല, യാതൊരു പരിക്കും അദ്ദേഹത്തിന് സംഭവിക്കുന്നില്ല. പകരം മൃതദേഹത്തെ ഒരു പ്രത്യേകതരം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ്, അതായത് ആ മൃതദേഹത്തിൽ എന്തെങ്കിലും വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലും മാറ്റേണ്ട ആവശ്യമില്ല, ആ ശരീരം ഒരു പ്രത്യേകതരം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ട് CT സ്കാൻ, MRI സ്കാൻ, 3D സർഫേസ് സ്കാനിംഗ് എന്നിവയ്ക്ക് വിധേയമാക്കുന്നു. വെറും 10 മിനിറ്റ് മുതൽ 30 മിനിറ്റിനുള്ളിൽ സ്കാനിംഗ് പൂർത്തിയാവും. സാധാരണ പോസ്റ്റ്മോർട്ടത്തിന് മണിക്കൂറുകൾ എടുക്കുമ്പോഴാണ് ഈ വേഗത എന്നത് ഓർക്കണം. ഈ സ്കാനിങ്ങിലൂടെ കമ്പ്യൂട്ടറിൽ മൃതദേഹത്തിന്റെ പൂർണ്ണമായ ഒരു 3D ഡിജിറ്റൽ രൂപം നിർമ്മിക്കപ്പെടുകയാണ്. അത് വെറും ഒരു ഭാവനയല്ല. നമ്മുടെ ഇന്ത്യയിലും ഇത് സജീവമായി കഴിഞ്ഞു. ഇതിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഈ പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് പ്രധാനമായും 4 വലിയ ഗുണങ്ങളാണുള്ളത്. 1. മതപരവും സാമൂഹ്യപരവുമായ സ്വീകാര്യത. 2. രഹസ്യമായ പരിക്കുകൾ കണ്ടെത്താൻ കഴിയുമെന്നതാണ്. സാധാരണ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർമാരുടെ കണ്ണിൽപ്പെടാതെ പോകുന്ന അതിസൂക്ഷ്മമായ അസ്ഥിയുടെ ഒടിവുകൾ, ഹെയർലൈൻ ഫ്രാക്ചേഴ്സ്, തലച്ചോറിലെ ചെറിയ രക്തം കട്ടപിടിക്കലുകൾ എന്നിവ CT സ്കാനിൽ കൃത്യമായി തെളിയും. മറ്റൊന്ന്, സാധാരണ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശരീരം സംസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ഒരു പരിശോധന അസാധ്യമാണ്. എന്നാൽ വിർച്വൽ ഓട്ടോപ്സിയുടെ 3D ചിത്രങ്ങൾ കമ്പ്യൂട്ടറുകളിൽ കാലങ്ങളോളം സൂക്ഷിച്ചു വെക്കാം. ഭാവിയിൽ എപ്പോൾ വേണമെങ്കിലും മറ്റൊരു ഡോക്ടർക്ക് ഇത് പരിശോധിച്ച് കേസിൽ പുതിയ നിഗമനങ്ങളിൽ എത്തിച്ചേരാനും കഴിയും. മറ്റൊന്ന്, ഡോക്ടർമാർക്കുള്ള സുരക്ഷയാണ്. അതൊന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം COVID-19, നിപ്പ തുടങ്ങിയ മാരകമായ പകർച്ചവ്യാധികൾ പിടിപെട്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ കീറിമുറിക്കുമ്പോൾ ഡോക്ടർമാർക്ക് അണുബാധ ഉണ്ടാകാൻ വലിയ സാധ്യതയാണ്. എന്നാൽ വിട്രോപ്സിയിൽ നേരിട്ടുള്ള സമ്പർക്കം ഇല്ലാത്തതിനാൽ ഈ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാകുന്നു. അപ്പോൾ ഉയർന്നു വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം ഇതാണ്: ഇതിന് എന്തെങ്കിലും പരിമിതികൾ ഉണ്ടാവില്ലേ? ലിമിറ്റേഷൻസ്. എല്ലാ നല്ല വശങ്ങളും പറയുമ്പോഴും ഇതൊരു മാന്ത്രിക വഴിയൊന്നുമല്ല കേട്ടോ. ഇതിനും ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ പോസ്റ്റ്മോർട്ടത്തെ പൂർണ്ണമായും ഒഴിവാക്കാൻ ഇന്ന് മെഡിക്കൽ ലോകത്തിന് കഴിയില്ല. പ്രധാന പ്രശ്നം വിഷബാധ സംബന്ധിച്ചാണ്, പോയിസണിങ്. ഇനി ഒരാൾ വിഷം കഴിച്ചു മരിച്ചതാണെങ്കിൽ അത് ഏതുതരം വിഷമാണെന്ന് കണ്ടെത്താൻ ആമാശയത്തിലെ ദ്രാവകങ്ങളും രക്തവും രാസപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇതിന് സ്കാനിംഗ് കൊണ്ട് നടക്കില്ല. ഇതിനായി ഇപ്പോൾ CT ഗൈഡഡ് നീഡിൽ ബയോപ്സി വഴി ശരീരത്തിലേക്ക് ചെറിയ സൂചികൾ കടത്തിവിട്ട് രക്തവും സ്രവങ്ങളും എടുക്കുന്ന ഒരു രീതിയും നിലവിലുണ്ട്. ഹൃദയാഘാതം പോലെയുള്ള സ്വാഭാവിക മരണങ്ങളിലെ രോഗാവസ്ഥകൾ പൂർണ്ണമായി വിലയിരുത്താൻ ഇപ്പോഴും സാധാരണ പോസ്റ്റ്മോർട്ടം തന്നെയാണ് കൂടുതൽ കൃത്യത നൽകുന്നത്. വാഹനാപകടങ്ങളിലും ആഘാതങ്ങളും മൂലമുള്ള മരണങ്ങളിൽ വിർച്വൽ ഓട്ടോപ്സിക്ക് 84% വരെ കൃത്യതയുണ്ടെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ ഉറപ്പുതരുന്നത്. അതായത് അപകട മരണങ്ങളിൽ ഈ രീതി അത്യന്തം ഫലപ്രദമാണത്രേ. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശത്തേക്ക് വരാം. ഈ സ്കാൻ റിപ്പോർട്ടുകൾ കോടതിയിൽ തെളിവായി സ്വീകരിക്കുമോ? തീർച്ചയായും സ്വീകരിക്കും. ഒരു കുറ്റകൃത്യത്തിൽ വെടിയുണ്ട ശരീരത്തിലേക്ക് കയറിയ പാതയോ അസ്ഥി ഒടിഞ്ഞതോ ഒക്കെ സാധാരണ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതി വിവരിക്കുന്നതിനേക്കാൾ വ്യക്തമായി ജഡ്ജിയുടെ മുൻപിൽ 3D രൂപത്തിൽ കാണിച്ചു കൊടുക്കാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കും. ആഗോള തലത്തിൽ വലിയൊരു വിപണിയായി ഈ സാങ്കേതിക വിദ്യ വളരുകയാണ്. അമേരിക്കയിലെ ന്യൂ മെക്സിക്കോ പോലുള്ള സ്ഥലങ്ങളിൽ പകുതിയിലധികം പോസ്റ്റ്മോർട്ടങ്ങൾ ഇപ്പോൾ വിർച്വൽ ഓട്ടോപ്സി വഴിയാണ് ചെയ്യുന്നത്. നമ്മുടെ കേരളവും ഈ വിപ്ലവകരമായ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. വൈകാതെ തന്നെ നമ്മുടെ നാട്ടിലും സാധാരണക്കാർക്ക് ഈ സേവനം ലഭ്യമായി തുടങ്ങും.